ഓ നോ. കളി മൊത്തം പാള് വന്നു. ഇതെല്ലാം ബാക്ക്. എല്ലായിടത്തും ഉണ്ട്. അതെ എല്ലായിടത്തും ഉണ്ട്. 3-4 ആയി. ഇതൊരു മുടിഞ്ഞ പൊസിഷനാണ്. ഓ ഇത് വേറെ വേറെ ടീം. മാർലി ഞാൻ ഇവന്റെ കൂടെ പോയിട്ടുണ്ട്. സൂപ്പർ സ്നൈപ്പ് ചാവും. ഇനി അങ്ങനൊന്നും പറയടാ. അവന്മാരെല്ലാം ബിയിലേക്ക് പോയി ആ, എല്ലാം ബിയാണ്. പുറത്തുണ്ടാവും കേട്ടോ ഇതിലും ബ്രോ. ഇല്ല ഇനി ബീന്റെ ഭാഗത്ത് പുറത്തും. ആ അകത്ത് കയറി എനിക്കില്ലേ. ഈ റൗണ്ടിൽ നമുക്കറിയാം അവന്മാരെങ്ങനെ ഉണ്ടെന്ന്. എവിടെടാ ഫാൽക്ക? പിന്നെ ഇവിടെ ലെഫ്റ്റ്. ഡിഫ്യൂസ് ചെയ്തോ? ഒന്നും നോക്കണ്ട. എടാ ബീയുടെ മേലെ റൈറ്റ് മേലെ മൂലക്ക് നിപ്പുണ്ട്. മൂലയിലുണ്ട് പടക്കം മൂലയിലുണ്ട്. മൂലയില് രണ്ടാം നിലയില് മേളില് ചത്ത്. എടുത്തെടുത്ത് ഇനി പാനിക്കിലായിരിക്കും. എല്ലാം ഡിഫ്യൂസ് ചെയ്യും. പാനിക്കിലാണ്. സൂപ്പർ അടിക്കുന്നു. ഓ അതിനിടെ കൂടെ ഷോ പട്ടി ഷോ. ഞാൻ ഡിഫീസ് ചെയ്തോണ്ട് ബോംബിൽ ശ്രദ്ധിച്ചോണ്ടിരുന്നു. എന്റെ അമ്മയോ ഇവിടെ ലെഫ്റ്റ്. അയ്യേ 10 വെടി വെച്ച് അവനെ കൊല്ലാൻ. അടുത്ത പിടിക്കാടാ. ഡാനിബലിന്റെ കില്ലാണ് നമ്മൾ ലാക്ക് ചെയ്യുന്നത്. ആ ത്വര വരട്ടെ. പോർച്ച് എടാ മെയിൻ പാസേജിൽ വീടെടുത്തുള്ള അടക്കം വെടി ഇറങ്ങി റൈറ്റ് സൈഡിൽ എടുത്തും വെടി ഇറങ്ങി ലെഫ്റ്റിൽ എടുത്തും എടുത്തില്ല. മറ്റേ ബോംബ് ഇവിടെ മറ്റേ ജനലെടുത്തെടുത്തും കാണും. തന്നെ കാര്യം കൊല്ലരുത്. പടക്കത്തിനുള്ളതാണ്. അയ്യോ കുനിഞ്ഞും കടന്നും നമ്മളങ്ങനെ വിജയകരമായി മുന്നേറുകയാണ് ബോയ്സ്. അതെ വളച്ച് ഐവിൻ ചരിഞ്ഞോടുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അടിയൊക്കെ കുറെ എലിമെന്റ് ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്.
ഡാനിമലെ എടാ നമ്മുടെ പേസാണ്. അയ്യോ എടാ ഏന് നേരെ ലെഫ്റ്റ് കാൽക്ക അവൻ ചത്ത്. ഏലാരും ഇല്ല ഓ ഇപ്പൊ. എടാ നമ്മുടെ ബേസ് ബാക്ക് ഒക്കെ കിട്ടും. പ്ലാന്റിയല് അടി കിട്ടും. എടാ കാൽക്ക അതെ അതെ അതെ. ഉമ്മേ, അയ്യോ 3 പേര് വന്നറാ. എല്ലാം കൂടെ എയർ റഷ് ചെയ്തു നമ്മൾ ആദ്യം കേറിയപ്പോ. ഒന്നുകൂടെ ചെയ്യാം. ഇടറോ പടക്കം. ബാക്ക് ഇങ്ങനെ എല്ലാ തോക്കും വാങ്ങി അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാ കളിയിലും ഇട്ടു. അപ്പൊ നമുക്ക് കാശ് കൊടുക്കണം. ആ നല്ലൊരു എന്നെ വലിപ്പിക്കുന്ന ഐഡിയ ആണ്. പടക്കം ബാക്ക് നോക്കണേ. അല്ല ഓ ആരൊക്കെയുള്ള ബാക്ക് നോക്കണേ. ഓ ഫാൽക്കാ. ഓ സോറിടാ. കളിയാണ്. പടക്കം സെന്ററിലുണ്ട്. ഇവിടെ ഉണ്ട്. ഹോംലാൻഡറാ. മയില് തോന്നി. ഓ നോ. കളി മൊത്തം പാള് വന്നു. എന്നാ പിന്നെ ബി റഷ് ചെയ്ത് പ്ലാൻ ചെയ്യാം. ബിയിലോട്ട് നീങ്ങിയാലോ? I also agree. വാ എന്റെ ഫോണിപ്പോ ചവിട്ടല്ല. കുത്തിയിട്ടോ? ഞാനും കുത്തിയിട്ടാ കളിക്കുന്നത്. കുത്തിയിട്ട് കഴിഞ്ഞാൽ കൈ ശരിയാവില്ല. നമ്മുടെ ചാർജർ ആ ഏരിയയില് അയ്യോ എടാ ചത്ത്. ലാഗാ. ഇതെല്ലാം ബാക്ക്. കറണ്ട് എല്ലായിടത്തും ഉണ്ട്. അതെ എല്ലായിടത്തും ഉണ്ട്. 3-4 ആയി. എന്താടാ നമുക്ക് എ ആണ് കുറച്ചും കൂടെ സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ബി രണ്ടുപേരും റൈറ്റ് സൈഡ് പിടിക്കണമെങ്കിൽ രണ്ടുപേരും കൂടെ വരണം. എങ്ങനെ ബിയിലോട്ട് കയറാൻ പ്ലാൻ? പിടിക്കാം ഞാൻ. എ പോയി. ഞാൻ ബി പിടിക്കുന്നു. അല്ലെ എ അല്ലേ ഉദ്ദേശിച്ചത്? ഞാൻ നടുക്കൂടെ പോയെന്ന് ഡിസ്ട്രാക്ട്. സോറി. അതാ ഒരുത്തനതാ ഉണ്ടേ. പ്ലാൻ ചെയ്യേ ഡാനിമലെ പ്ലാൻ ചെയ്യണം. നടുക്കിറങ്ങി ആരവന്റെ പുറകിൽ കൂടെ പോയേ. നമ്മുടെ സ്പോണിൽ കൂടെ വരും. ഒറ്റനേ ഉള്ളൂ. അവൻ നടുക്കൂടെ വരും. അവൻ നമ്മുടെ സ്പോണിൽ കൂടെ വരും. ഒരുത്തനല്ല രണ്ടുപേരുണ്ട്. വന്ന് ഒരുത്തനെ കൂളായിട്ട് എടുക്കാം. നല്ല കളി സമയം എടുത്ത് കളി. സ്നൈപ്പല്ലേ അവൻ? അല്ല അവൻ മറ്റേ FSS ആണെന്ന് തോന്നുന്നു. മിത്തിക്കുള്ള എന്തോ മിത്തിക്കാണ് എന്തായാലും. അവനാണ് എന്നെ എപ്പോഴും പ്ലക്കുന്നത് ഈ കളിയില്. കുണ്ടിക്കടി വീഴും. മുടിഞ്ഞ പൊസിഷനാണ്. വിറച്ചു. പെടുത്ത് കറണ്ട് കയറണല്ലേ നമ്മുടെ അണ്ടർ പ്ലാന്റ്. അല്ല നമ്മൾ ഡിഫൻഡ് അല്ലേ? കറണ്ട അല്ലല്ല അവരാ. നമ്മൾ ഡിഫൻഡ് ഒളിച്ചിരുന്നു. ഇതാണ് എന്റെ സൈഡിലിരിക്കുന്നത്. ഞാൻ ഏൻ ഒളിച്ചിരിക്കുക. സൈഡിൽ അവന്മാര് വരും. പക്ഷെ റെഡി ആയിരുന്നോണം. വരും അവന്മാര്. ഞാൻ ഏന്ന് മാറണോ? അവന്മാര് ബീലിപ്പോ പ്ലാൻ ചെയ്യും. ഡാനിമൽ സൈഡിൽ ബീല് വരുന്നുണ്ട്. പിന്നെ ഞാനടാ ഞാൻ പുറകെ കൂടെ പോവാം. ജനലെടുത്തിട്ടുണ്ട് LMG ആയിട്ട്. അവനെ ഞാൻ നോക്കിക്കോളാം. പറ്റുന്നൊക്കെ കാണിച്ചു. കിടിലെന്തേ പടക്കത്തിന്റെ പുറകെ പോയി നിൽക്കും. അപ്പൊ സൂപ്പർ കളിയായിരുന്നു. ഇപ്പൊ കൊള്ളാം ബ്രോ. സൂപ്പർ ഗെയിം.
ബാക്ക് പ്ലേ പൊളിച്ചിരുന്ന് അടിക്കുന്നു. പേടിച്ചിട്ടൊന്നല്ല കേട്ടോ. മൂല 4 പേര് സൈഡിൽ വന്ന പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന് കേട്ടിട്ടില്ലേ ഫ്രണ്ട്?